എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്തവണ ഞാനൊരു ബോട്ടിൽ ക്രാഫ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഓൾഡ് ഹാബിറ്റിൻ്റെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ്. ഈ ബോട്ടിൽ ഒരു ടെക്സ്ചർ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പേപ്പർ ഒട്ടിച്ചെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് പെയിൻറ്റ് ചെയ്തും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ഈ വാൾപൊട്ടി കുറച്ച് ബ്ലൂവും വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ക്ലേയുടെ പരുവത്തിലാക്കി എടുത്തിരിക്കുകയാണ്. ഇതുപയോഗിച്ചാണ് നമ്മളിത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനുമുമ്പ് നമ്മൾ ഈ ബോട്ടിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിലൊന്ന് വരച്ചെടുക്കാം. ഞാൻ ഈ സെൻറ്റർ പോർഷനിൽ ഒരു ഗണപതിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ട്ലൈനാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനങ്ങനെ ഇത് കംപ്ലീറ്റ് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടി അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. അത്യാവശ്യം ആ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിലങ്ങ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ ക്ലേ മോഡലിംഗ് ഒന്നും പഠിച്ചിട്ടുള്ളതല്ല. എന്നെക്കൊണ്ട് അറിയാവുന്ന രീതിയിലൊക്കെ ഇതൊന്ന് ചെയ്തെടുക്കാൻ ശ്രമിക്കും. ഞാനിതാദ്യം മോൾഡ് ക്ലേ ഉപയോഗിച്ച് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ വർക്ക് ചെയ്യാനായിട്ട് എടുത്തപ്പോഴാണ് ആ ക്ലേയുടെ കുറേ ഭാഗങ്ങളൊക്കെ ഡ്രൈ ആയി പോയതായിട്ട് കണ്ടു. അങ്ങനെ പിന്നീട് ഈ പുട്ടി ഉപയോഗിച്ച് ചെയ്യാവുന്നങ്ങ് വെച്ചു. ഈ പുട്ടിക്ക് ചെറിയൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഈ ക്ലേയുടെ ഒരു അത്രയും വഴക്കം ഉണ്ടാകത്തില്ല ഇതിന്. പിന്നെ നമ്മളിത് കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെയ്യാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് തന്നെ മതിയാവും. മോൾഡിറ്റുകളെയൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഡ്രൈ ആക്കാതെ തന്നെ അങ്ങ് ഇരുന്നോളും. ഞാനിതിനു മുമ്പ് പുട്ടി ഉപയോഗിച്ചിട്ട് ഒരു തൂക്കുകളൊക്കെ ചെയ്തിരുന്നു. അത് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്നും കാണാൻ ശ്രമിക്കണേ. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. നമ്മുടെ ഗണപതിയുടെ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റിനും നമ്മളിത് പുട്ടി ബാൾ രൂപത്തിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിനി ഓരോ ബോളിൻ്റെയും മുകളിൽ പേനയുടെ മൂട് കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നല്ലൊരു ഡിസൈനായിട്ട് അതും കിട്ടും. ഈ താഴ്വശത്ത് ഒരു പീസ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ ഒരു കുഞ്ഞെലിയുടെ രൂപം കൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഗണപതിയുടെ വാഹനമാണല്ലോ മൂഷികൻ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരെണ്ണം കൂടെ ചെയ്തെടുത്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് പുട്ടി ഒരു ബാൽ രൂപത്തിലാക്കി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബോട്ടിലിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് കുറച്ച് വർക്കുകളും കൂടെ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഈ നെക്കിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ വലിയൊരു ഗോൾഡൻ ബീഡ് ഒട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിന് ചുറ്റിനും ഈ പുട്ടി തേച്ച് ഈ നെക്കുമായിട്ട് ഇതങ്ങ് മെർജ് ചെയ്തെടുത്തിരിക്കുകയാണ്. ഈ പുട്ടി ഡ്രൈ ആയതിനു ശേഷം ഞാനൊരു ചെറിയ പിന്ന് ഉപയോഗിച്ച് ഇതിനകത്ത് ചെറിയ മാർക്കിങ്ങുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു കണ്ണുകളൊക്കെ വരച്ച് ചേർത്തിട്ടുണ്ട്. ചെവിയുടെ ഭാഗമൊക്കെ ഒന്ന് വരച്ചു. ഈ കാലിൻ്റെ ഭാഗത്തൊക്കെ കുറച്ച് ഈ ഡ്രസ്സിൻ്റെ ചുളികൾ പോലെയൊക്കെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ സൈഡ് ഭാഗത്തും കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിനി ഈ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ബ്ലാക്ക് അക്രലിക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിതൊരു ആൻറ്റിക് ഫിനിഷിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി ഉപയോഗിക്കുന്നതെല്ലാം മെറ്റാലിക് കളറുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ബ്ലാക്ക് കളറെല്ലാം നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഒലീവ് ഗ്രീൻ കളറാണ്.
ഈ ക്ലേ വർക്ക് ചെയ്യാത്ത എല്ലാ ഭാഗങ്ങളിലും ഈ ഒരു കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഞാൻ കോപ്പർ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഞാനൊരു വിരൽത്തുമ്പ് ഈ കളറിലേക്ക് ഒന്ന് സ്പർശിച്ചതിന് ശേഷം ഇവിടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ലൊരു ആൻറ്റിക് ലുക്ക് തന്നെ ഇത് ലഭിക്കും. ഈ ചുറ്റിനുമുള്ള റൗണ്ട് പോർഷനും മുകളിലത്തെ ഗോളത്തിനുമൊക്കെ ഈ കോപ്പർ കളർ തന്നെയാണ് കൊടുക്കുന്നത്. ഗണപതിക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ കളറാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബ്രോൺസ് കളറാണ് കൊടുക്കുന്നത്. അങ്ങനെ കളറുകളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കാനായിട്ട് വെക്കണം. ഇതിൽ നമുക്കിനി ഒരു കോട്ട് വാർണിഷും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു തിളക്കവും ലഭിക്കും. ഇതിൻ്റെ കളറൊന്നും ഫെയ്ഡാകാതെ ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യുക. കൂടെ ഈ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അതിൽ ആളെന്ന ബട്ടണും കൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ ന്യൂസിലിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ഇനി പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.